കലാ കായിക പ്രവർത്തനങ്ങൾക്ക് ജലവിഭവ വകുപ്പിന്റെ കൈവശമുള്ള അധിക സ്ഥലം വിട്ടു നൽകാമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇതിനായി ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പദ്ധതി തയ്യാറാക്കി നൽകണം. ലഹരിക്കെതിരായ പോരാട്ടം വിജയിപ്പിക്കാൻ യുവാക്കളെ കലാ കായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കുന്നതിലൂടെ കഴിയുമെന്നും കോതമംഗലത്ത് കേരളോത്സവ സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. ഏറ്റവും കൂടുതൽ ആവശ്യം ഈവനിങ് ടൈമുകളിൽ നമ്മുടെ ചെറുപ്പക്കാരെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കണം. അവരെ കളിക്കളത്തിലിറക്കുക, അവരെ പ്രോത്സാഹനജനകമായി വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സഭയിൽ ഞാൻ വ്യക്തമാക്കി, നമ്മുടെ ഇറിഗേഷൻ്റെ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കാൻ ആവശ്യമില്ലാതെ നിൽക്കുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് കളിക്കളത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഒക്കെ സാധിക്കുന്ന വിധത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണെന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് ഇനി അത് സംഭവിക്കേണ്ട. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുത്ത് അവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, പന്ത് കളിക്കാൻ, സ്പോർട്സിൽ പങ്കെടുക്കാൻ ആ ഒരു നല്ല ടീം യൂണിറ്റി സ്പിരിറ്റ് രൂപപ്പെടുത്തിയില്ലെങ്കിൽ ആ ടൈമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധ്യതയുണ്ടാകുന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മുടെ സ്കൂളുകളെ കാവലാളെ പോലെ സംരക്ഷിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. നമ്മുടെ കുട്ടികളെ സ്ക്രീൻ ചെയ്യണം. അവിടെ വരുന്ന ആൾക്കാരെ കൃത്യമായി മനസ്സിലാക്കണം.